ദൈവത്തിൻ്റെ കരുണയും കൃപയും യാചിച്ചുകൊണ്ട് പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തനിമയിലേക്ക് എന്ന ചാനൽ ദൈവ കരുണയുടെ ആഴം ഗ്രഹിക്കുവാൻ നമുക്ക് സഹായമാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 116 സങ്കീർത്തനം 6 വാക്യം. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. മനുഷ്യൻ എത്ര പ്രഗത്ഭനാണെങ്കിലും അവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പലപ്പോഴും പാടുപെടുന്നത് നമ്മൾ കാണും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ ഉപദേശിക്കുവാനും വഴി നടത്തുവാനും എല്ലാവരും സമർത്ഥരാണ്. എന്നാൽ അവരവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുവാനും അതിജീവിക്കുവാനും ജയാളികളായി തീരുവാനും പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ പിന്നിൽ നാം മനസ്സിലാക്കുന്നത് ദൈവഭയമില്ലാതെ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സൃഷ്ടികളെയൊക്കെയും പരിപാലിക്കുകയാണല്ലോ. അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുന്ന ദൈവം, ആർത്ത് അലറുന്ന സമുദ്രത്തെ വെറും പഞ്ചസാര പോലത്തെ മണൽത്തരികൾ കൊണ്ട് അതിര് കൽപ്പിക്കുന്ന ദൈവം, കൃത്യസമയത്ത് പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളെയും പ്രവർത്തന നിരതരാക്കുന്ന ദൈവം, ഓരോ ഗ്രഹങ്ങൾക്കും അതതിൻ്റെ വഴി നിശ്ചയിക്കുന്ന ദൈവം. ആ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എത്ര നിസ്സാരമാകുന്നു. പക്ഷേ മനുഷ്യൻ്റെ അഹങ്കാരവും മനുഷ്യൻ്റെ അജ്ഞതയും ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവനെ അനുവദിക്കാതെ സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ആശ്രയിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നത്. ഫലമോ നിരാശയും കണ്ണുനീരും മാത്രമായിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടക്കുമ്പോൾ അത് ശുഭകരമായി തീരും. ഇസ്രായേൽ മക്കൾ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാതൊന്നും കയ്യിലില്ലാതെ സുഭിക്ഷമായി നടന്നല്ലോ. ദൈവത്തിൻ്റെ പരിപാലന നമ്മളവിടെ കാണുകയാണ് ചെയ്തത്. അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ പോറ്റിയ ദൈവത്തിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുവാനും നമ്മെ ജയോത്സവമായി നടത്തുവാനും കഴിവില്ലയോ? ആ ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിൽ നാം ആശ്രയിക്കുന്നത് എത്ര മണ്ടത്തരമാകുന്നു എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവം പാലിക്കുന്നത് അല്പബുദ്ധികളെയാണെന്നാണ് ഇവിടെ വായിച്ചത്. വലിയ കഴിവുള്ളവരെയോ പ്രഗത്ഭരെയോ അല്ല, അല്പബുദ്ധി. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം മാത്രമാണ്. ബുദ്ധിയിൽ തികഞ്ഞവരല്ല ദൈവഭക്തിയുള്ളവർ, ജ്ഞാനത്തിൻ്റെ ആരംഭം മാത്രം. അവരെ വഴി നടത്തുന്നത് സർവജ്ഞാനത്തിൻ്റെയും ഉറവയായ ദൈവമാകുന്നു. ആ ദൈവത്തിൻ്റെ സംരക്ഷണ നാൾതോറും അനുഭവിക്കുവാൻ, ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങളിൽ അനുഭവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അല്പബുദ്ധിയുടെ ലക്ഷണം 6 വാക്യത്തിൽ നമ്മൾ കാണുന്നു. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു.
ദൈവസന്നിധിയിൽ എളിമപ്പെടുക. അപ്പോൾ രക്ഷയും വിടുതലും വന്നു ചേരും. രക്ഷ ആവശ്യമുള്ളവർ എപ്പോഴും എളിമപ്പെടും. നാം ആപത്തിൽ അകപ്പെടുമ്പോൾ, നിസ്സഹായരായി തീരുമ്പോൾ എളിമപ്പെടുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമൊന്നുമില്ല. നാം എത്ര ഉന്നതരാണെങ്കിലും നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഏത് നീചൻ്റെയും ബ്ലഡ് നാം സ്വീകരിക്കാറുണ്ട്. അല്ല എങ്കിൽ അവരെ നമ്മുടെ അടുക്കിൽ നിന്നും അകറ്റി നിർത്തും. നാം വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ ഒരു കുഷ്ഠരോഗിയായിരിക്കാം നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. കുഷ്ഠരോഗി ആയതുകൊണ്ട് അവൻ്റെ സഹായം നമ്മൾ നിരസിക്കുന്നില്ല. എളിമപ്പെടുന്നത് നാം നിസ്സഹായരായി തീരുമ്പോൾ മാത്രമാണ്. ദൈവമേ, നീ ഇല്ലാതെ, നിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾ വെറും നിസ്സഹായരാണ്, വെറും അജ്ഞരാണ്. ദൈവകൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പബുദ്ധി മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ, ദൈവവചനം കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാനുള്ള കൃപയും ധൈര്യവും പ്രചോദനവും തന്ന് ഈ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് കൃപ ചെയ്യട്ടെ.